കാന്താര ചാപ്റ്റർ 1 ഡയറക്റ്റഡ് ബൈ ഋഷഭ് ഷെട്ടി. അപ്പോൾ സിനിമയെ പറ്റി പറയുവാണെങ്കിൽ ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാട്ടുതീ പോലത്തെ ഐറ്റം. അതായത് ഒരു നോർമൽ സ്പീഡിൽ തുടങ്ങുന്ന സിനിമ ഇൻ്റർവെല്ലും കഴിഞ്ഞ് ക്ലൈമാക്സ് ആകുമ്പോഴത്തേന് ഗംഭീര രീതിയിലേക്ക് അതൊരു ആളിക്കത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ സിനിമ തുടങ്ങി ഒരു 10-15 അല്ലെങ്കിൽ 20 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേന് നമുക്ക് തോന്നും എന്താണെന്ന് എന്തായി കാണിച്ചു വച്ചേക്കുന്നതെന്ന് നമുക്ക് പറയാൻ തോന്നും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ സിനിമ പോകുന്നൊരു പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സീറ്റ് എഡ്ജ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ അതിൻ്റെ അകത്ത് ഇരുന്ന് ഇൻവോൾവ് ആയിട്ട് ഇരുന്ന് പോകുന്നൊരു ഐറ്റം. ഓരോ സീനിനും എലവേറ്റ് ആകുന്ന രീതിയിൽ അതിനകത്ത് വരുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, പിന്നെ അതിൻ്റെ വിഷ്വൽസ്, ഇതാണ് അതിൻ്റെ അകത്തെ പ്രധാന ഘടകം എന്ന് പറയുന്നത്. പിന്നെ ഋഷഭ് ഷെട്ടി പുള്ളി ഈ ഒരു കഥയ്ക്ക് വേണ്ടി നടത്തിയിരിക്കുന്ന ഒരു ഹോംവർക്ക് നമുക്ക് ആ സിനിമ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു മൊമെന്റ് മുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഫസ്റ്റ് ഹാഫിൽ നമുക്ക് അനാവശ്യമായി തോന്നുന്ന പല സീനുകൾ ഉണ്ടെങ്കിൽ പോലും അത് ആ സിനിമ കൊണ്ടെത്തിക്കുന്ന ഒരു ഇൻ്റർവെൽ ബ്ലോക്ക് അത്രയും മതി നമുക്ക് ആ ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ മൊത്തത്തിൽ നമുക്ക് ഒരു തൃപ്തി തരുന്ന ഒരു സീനിലേക്ക് എത്താനായിട്ടുള്ളത്. കാന്താര ഫസ്റ്റ് പാർട്ടിൽ തന്നിരിക്കുന്ന നമുക്കൊരു പ്രതീക്ഷ ഉണ്ടല്ലോ, ആ ഒരു പ്രതീക്ഷ ഈ സിനിമ ത്രൂ ഔട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. വളരെ ആവറേജായി പോകുന്നൊരു ഫസ്റ്റ് ഹാഫിനെ പുള്ളി ആ ഇൻ്റർവെൽ സീൻ കൊണ്ട് തന്നെ ഈ സിനിമ മൊത്തത്തിലേക്ക് ഒരു തിരിച്ചറിവാണ് നടത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇൻ്റർവെൽ സീന് കഴിഞ്ഞ് നമ്മൾ സീറ്റിൽ തിരിച്ചു വന്നിരിക്കുന്ന മാത്രമേ ഓർമ്മ വരുള്ളൂ. പിന്നെ ആ സിനിമ പോകുന്നൊരു പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള അവിടുന്ന് ഇവിടുന്നൊക്കെ കുറേ സ്റ്റോറി ലൈൻസ് മിക്സ് ആയിക്കൊണ്ട് നമുക്ക് സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റത്തില്ലാത്ത രീതിയിലുള്ള ഗ്രാഫിക്സ്, പിന്നെ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഇതെല്ലാം ആയിട്ട് ഞാൻ ഉറപ്പായിട്ടും പറയുകയാണ്, സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഇടയ്ക്കിടയ്ക്ക് ആ വാച്ചിലേക്ക് നോക്കത്തില്ല സമയം എന്താ എന്നുള്ള രീതിയിൽ. അതുപോലത്തെ ഒരു ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള മൂവി. പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ക്ലൈമാക്സിൽ ജസ്റ്റ് നമുക്ക് ഞാൻ വീണ്ടും പറയാം, നമുക്കൊരു ആ ഗൂസ് ബംസ് വരുന്ന മൂമെന്റ് ഇന്റർവെൽ കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ക്ലൈമാക്സിലേക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം അങ്ങനെ മൊത്തത്തിൽ ഒരു യമണ്ടൻ രീതിയിൽ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സിനിമ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അത് ഈ കാന്താര ഫസ്റ്റ് പാർട്ട് ഇഷ്ടപ്പെട്ടവർക്ക് ഉറപ്പായിട്ടും ഈ പ്രീക്വൽ നിരാശയാകത്തില്ല. എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കണ്ടു നോക്കുക, കണ്ടിട്ട് അഭിപ്രായം പറയുക. ഞാൻ ഈ ഫസ്റ്റ് പാർട്ട് കണ്ടു കഴിഞ്ഞപ്പം പുള്ളി ഒരു ഋഷഭ് ഷെട്ടി എന്ന് പറഞ്ഞ ഡയറക്ടർ എനിക്ക് അത്രയ്ക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. സിനിമ കൊള്ളായിരുന്നെങ്കിലും ഞാൻ പുള്ളിയെ ഒരു ഡയറക്ടർ എന്ന രീതിയിൽ ഞാൻ അഡ്മയർ ചെയ്തിരുന്നില്ല. പക്ഷേ ഈ ഒരു പാട്ട് വരുമ്പോഴത്തേന് ഐ വാസ് കംപ്ലീറ്റ്ലി റോങ്. ഹി വാസ് എക്സലന്റ് ഇൻ ഹിസ് വർക്ക് ആസ് വെൽ ആസ് പുള്ളി ചെയ്തിരിക്കുന്ന ഒരു റോളിനെ പറ്റി പറയേണ്ട ഒരു കാര്യമില്ല. കാരണം ഫസ്റ്റ് പാർട്ടിൽ അത്രയും നല്ല വൃത്തിക്കാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു പ്രീക്വലിലേക്ക് വരുമ്പോഴത്തേന് അത് അതേ രീതിയിൽ തന്നെ ത്രൂ ഔട്ട് ക്യാരി ചെയ്ത് മോർ ദാൻ ദാറ്റ് പുള്ളി വളരെ നല്ല രീതിയിൽ ഇംപ്രൂവ്ഡ് ആയിട്ട്, എന്താ പറയുന്നത്, പുള്ളി ഈ ഒരു കഥകളെ പറ്റിയൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ അതിനെപ്പറ്റി ഗവേഷണം ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ചുമ്മാ എടുത്തു വെച്ചേക്കുന്ന ഒരു കഥയൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കഥ എല്ലാവരിലേക്കും നന്നായിട്ട് തന്നെ കൺവിൻസ് ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എന്തായാലും നിങ്ങൾ കണ്ടിട്ട് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം പറയുക. താങ്ക് യു.